നമ്മുടെ മാധവൻ സാറിൻ്റെ വർത്തമാനവും നികേഷ് കുമാർ സാറിൻ്റെ വിലയിരുത്തലും അത് രണ്ടും ഈ ഇലക്ഷനിലെ രണ്ട് പുതുമയുള്ള സംഗതികളാണ്. നമ്മുടെ NS മാധവൻ സാറ് വലിയ മിടുക്കനാണ്, ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്, പാനലിസ്റ്റാണ്, പിന്നെ അവതാരകനാണ്, എന്തെല്ലാമോ ഒക്കെയാണ്. അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം വളരെ വളരെ ഗംഭീരമായൊരു വിശദീകരണമായിരുന്നു. അതായത് NS മാധവൻ സാറ് പറഞ്ഞത് LDF 75 സീറ്റുകൾ നേടി മൂന്നാമതും ഭരണത്തിലെത്തും. ഇവരെല്ലാം ഈ അവതാരകരും നിരീക്ഷകരുമായിരുന്നു. ഇപ്പോൾ ചാനലിലിരുന്ന് ഒരുപാട് അവതാരകർ പലതും അവതരിപ്പിക്കുമ്പോൾ ഈ ഭരണത്തിലേറിയ മുന്നണിക്കാർക്ക് ചില ചിന്തകളൊക്കെ തോന്നാറുണ്ട്. അയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഈ അവതാരകൻ കേട്ടില്ലേ, ആ അവതാരകൻ കേട്ടില്ലേ. ഈ ഒരവതാരകനും വഴങ്ങാതെ ജനങ്ങളെ കേൾക്കുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങളോട് അഹങ്കാരത്തെ പ്രവർത്തിക്കാത്ത ആരുണ്ടോ അങ്ങനെ ഒരാൾ വരുന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അവരുണ്ടോ ഇവരുണ്ടോ അതുണ്ടോ ഇതുണ്ടോ അതൊന്നുമല്ല വിഷയം. ഏതായാലും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയാണ് മാധവൻ സാറ് പോയത്. റിസൾട്ട് വന്നപ്പോൾ സംഗതി ആകെ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു. അദ്ദേഹം പിന്നെ പ്രതികരണമൊന്നും നടത്തിയില്ല. പക്ഷേ തോറ്റു കഴിഞ്ഞും പിന്നീട് പ്രതികരണം നടത്താൻ ധൈര്യം കാണിച്ച ഒരു വലിയ നിരീക്ഷകനാണ് സാക്ഷാൽ നമ്മുടെ നികേഷ് കുമാർ. അദ്ദേഹമായിരുന്നു ഈ ഇലക്ഷന് മാസങ്ങൾക്ക് മുമ്പ് സംഗതി തന്ത്രപരമായ ടേബിളൊക്കെ ഒരുക്കി അതിൽ ചർച്ചയൊക്കെ നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കത്തിച്ച് വിട്ടത്. അദ്ദേഹം ചില കണക്കുകളുമായൊക്കെ വന്ന് BJP ഇവിടെ വന്നിരിക്കുന്നു, അതിൻ്റെ വലിയ ദുരന്തങ്ങളുടെ കഥകളൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ പേജിൽ പോയി നോക്കിയാൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്ത PR വർക്കുകളുടെ പാട്ടുമൊക്കെ നോക്കിയാൽ പുളി കുടിക്കുന്നത് പോലെ കാശ് ചെലവാക്കിയാണ് ഇതെല്ലാം വളരെ രുചിയോടുകൂടി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണക്ക് പറച്ചിലിലും വിശദീകരണത്തിലുമൊക്കെ ആ അനാലിസിസ് സ്കില്ലൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. പക്ഷേ സ്ഥിതി എന്താ? വോട്ടിൻ്റെ കണക്കുകൾ പറയുന്നത് നികേഷ് കുമാറിൻ്റെ ഒരു വിശദീകരണമല്ല. 2021 LDF 59,296, UDF 34,280, BJP 42,090. 2026 59,296 വോട്ട് കിട്ടിയ ചാത്തന്നൂരിൽ LDFന് കിട്ടിയത് 47,525 അതായത് 11,000 വോട്ടാണ് അവിടെ കുറഞ്ഞത്. 11,000 വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു. അവിടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോഴേ ആളുകൾ പറഞ്ഞു ഇതെന്തൊരു CPI തീരുമാനമാണ്. ആ ജയലാലിനൊരു അവസരവും കൂടെ, ഓരോ മണ്ഡലത്തിൻ്റെ സ്വഭാവം അറിഞ്ഞു വേണ്ടേ കൊടുക്കാൻ. ഈ CPI പാർട്ടിക്കാർക്കൊരു കാര്യമുണ്ട്, അവരാദ്യം ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ട് അവരതിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് വരുത്താൻ എന്ത് മാരകമായ നടപടി സ്വീകരിച്ചു കളയും. അങ്ങനെ മാരകമായി സ്വീകരിച്ചൊരു നടപടിയാണ് അവിടെ കണ്ടത്. ഈ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കിയത്. 11,000 വോട്ടാണ് LDFിൽ നിന്ന് നഷ്ടമായത്. UDFന് 996 വോട്ട് കൂടിയത്. സൂരജ് രവി ആ മണ്ഡലക്കാരനല്ല, അകലെ നിന്ന് ചെന്നിട്ടും 996 വോട്ട് കൂടി. അതിനു മുമ്പ് സൂരജ് രവി ചാത്തന്നൂരിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല, ചാത്തന്നൂരിൽ തുടർന്നിട്ടില്ല, വേറൊന്നും ചെയ്തിട്ടില്ല. ഈ സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ ചാത്തന്നൂർ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം അവിടേക്ക് പോവുമായിരുന്നു. BJPക്കോ 42,000 നിന്ന് 51,000 വോട്ടായി വർദ്ധിച്ചു. അതായത് 9,000 വോട്ട് കൂടി. അപ്പോൾ എവിടുന്നാണ് ചോറുന്നത്? പിന്നെ എന്തോ ഈ നികേഷ് കുമാർ പറഞ്ഞ കണക്ക്? ഇത് സാമാന്യേന ഏത് സാധാരണക്കാരനൊരു പേപ്പറിൽ സിഗരറ്റ് കവറിൻ്റെ പുറകിൽ എഴുതി കൂട്ടിയാലും മനസ്സിലാവില്ലേ? പണ്ട് നികേഷ് കുമാർ സണ്ണി ജോസഫ് പിന്നെ എന്തോ കണക്കെഴുതി വായിച്ചപ്പോൾ നോട്ടീസിൻ്റെ മറുപുറത്ത് എഴുതി വായിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ സംഗതികളെല്ലാം എഴുതി പറ്റിച്ചതാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തെങ്കിലും കൂട്ടി നോക്കിയാൽ ഈ കണക്ക് കിട്ടും. കഴക്കൂട്ടത്തെ സ്ഥിതി എന്താ? LDFന് 2021 63,690 വോട്ട് കിട്ടി. അത് 46,000 വോട്ടായി കുറഞ്ഞു. അതായത് 17,000 വോട്ട് നഷ്ടപ്പെട്ടു. 17,000. UDFന് 32,000 വോട്ടെന്നുള്ളത് 37,000 4,188 5,000 വോട്ട് വർദ്ധിച്ചു. BJPയുടെ വോട്ട് 40,000 നിന്ന് 46,000 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ LDFിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ ഈ പറഞ്ഞ പല പാർട്ടികളിലേക്കും കൂടുതലായി കിട്ടി. കുറച്ച് പേര് വോട്ട് ചെയ്യാൻ വന്നില്ല. അതല്ലേ സ്ഥിതി? ഈ സിമ്പിളായ കണക്കിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നികേഷ് കുമാർ അടിച്ചറഞ്ഞ് വാരി പറ്റിച്ച് എല്ലാം കൂടെ ഭിത്തി തേച്ച് വേറെ ഏതോ രൂപത്തിലേക്കാക്കിയത്. അതുകൊണ്ട്
ഈ ദയവായി ഈ സംഗതികളെ ഒന്ന് സത്യസന്ധമായി ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നികേഷ് കുമാറിൻ്റെ താത്വികാവലോകനമൊക്കെ കേട്ട് ഇനിയും ഈ പാർട്ടി ഇരിക്കരുത്. കാര്യങ്ങൾ വസ്തുതാപരമായി പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.